അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ അങ്ങനെ ലോങ് വീഡിയോ ഒന്നും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തു, രാവിലെ മുതൽ എല്ലാ വീഡിയോ ഒക്കെ എടുത്തു വെച്ച് വൈകിട്ടായപ്പോൾ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും മൊത്തം ഡിലീറ്റ് ആയി പോയിട്ടോ. അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ ഫോണിൽ തന്നെയല്ലേ എടുക്കണേ, ഒരു സ്റ്റോറേജിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ ലോങ് വീഡിയോ നിർത്തി. അപ്പോൾ ഇന്നിപ്പോൾ ഞാനതങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാനിന്ന് ലീവാട്ടോ. പൊന്നുകുട്ടിക്കും വാവക്കുട്ടനും വയ്യ, ജലദോഷവും ചുമയൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായി. അപ്പം ഇന്ന് രണ്ടുപേരെയും ക്ലാസ് ചെയ്തിട്ടില്ല. അച്ഛപ്പം ഇന്ന് ഓട്ടം പോയേക്കാം. അപ്പം ഞാൻ ഇന്ന് ലോങ് വീഡിയോ എടുക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ജോലിക്ക് പോകാമെന്ന് വിചാരിച്ച, കാരണം ഇവർക്ക് രണ്ടുപേർക്കും എണീറ്റ് കഴിയുമ്പോൾ എങ്ങനെയാണ് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ സ്കൂളിൽ വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടുപേർക്കും നന്നായിട്ട് കഫക്കെട്ടുണ്ട്. പൊന്നുകുട്ടി എണീറ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തുമ്മൽ തുടങ്ങിയിട്ടാണ്. വാവക്കുട്ടൻ പിന്നെ എണീറ്റിട്ടില്ല. അപ്പം എന്തായാലും ഇനി ഇന്നത്തെ അപ്പോൾ ഒരു ലോങ് പൊന്ന എടുക്കാമെന്ന് വിചാരിച്ചാണേ. അങ്ങനെ ഇതേ പൊന്നുകുട്ടി എനിക്ക് ബ്രഷൊക്കെ ചെയ്തു. ഞാൻ കുളിച്ചില്ല. ബാക്കി രാവിലത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ്. കുളിക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിൽ കുറച്ച് പുല്ലൊക്കെ പിടിച്ച് നിറഞ്ഞ് കിടക്കും കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് പുല്ലൊക്കെ പറിച്ച് റെഡി ആക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കുളിക്കണ്ടല്ലോ. അപ്പം ഇവർ രണ്ടുപേരും കുളിപ്പിക്കണം. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ചായയൊക്കെ കുടിച്ച് വാവക്കുട്ടൻ നിൽക്കുമ്പോൾ ചായ കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഓരോ പരിപാടി അല്ലേ പൊന്നുകുട്ടി? കുട്ടിയൊക്കെ പോയി. പൊന്നുകുട്ടിക്ക് എന്തിട്ട് പറ്റേ? പൊന്നുകുട്ടിക്ക് എന്തിട്ട് പറ്റേ? അത് തന്നെ കേട്ടാ. അപ്പം അങ്ങനെ. അപ്പം ഞങ്ങളുടെ ലോങ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം പറ? ലൈക്ക് ചെയ്യണം, ഞങ്ങളെ ഫോളോ ചെയ്യണം, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ? അങ്ങനെ ദേ വാവക്കുട്ടൻ ഉറങ്ങി എണീറ്റ് വന്നു കേട്ടോ. വാവക്കുട്ടന് വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാട്ടോ. എണീറ്റ് വന്ന വഴി ഓടിപ്പോയി സൈക്കിൾ എവിടെയെന്നാണ് കേട്ടോ നോക്കണത്. വാവക്കുട്ടൻ സൈക്കിൾ എടുക്കണ കാണുമ്പോഴത്തേക്കും പൊന്നുകുട്ടിക്ക് ഇഷ്ടാവില്ല. അപ്പോൾ പൊന്നുകുട്ടിക്ക് എടുക്കണമെന്ന് തോന്നും. അങ്ങനെ അതേ അവരെ എണീറ്റ് പോയപ്പോഴത്തേക്കും നമ്മുടെ ദേ ചെടിയൊക്കെ ഞാൻ നട്ടത് ഏകദേശം മുളച്ചുണ്ടായിരുന്നു കേട്ടോ. അന്ന് മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്തിട്ട് നമ്മുടെ പുൽച്ചെടി പോലെ അത് നട്ടുണ്ടായിരുന്നേ. അതൊക്കെ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു അവധി ദിവസമൊക്കെ കിട്ടുമ്പോഴാണ് ഇതിനെയൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ സമയം കിട്ടുള്ളൂ. അല്ലെങ്കിൽ രാവിലെ മുറ്റടിക്കുന്ന സമയത്ത് ഓടിയൊക്കെ എല്ലായിടത്തും ഒന്ന് നോക്കി വെള്ളം ഒഴിക്കാനുള്ളതൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഓടി അങ്ങനെ പോകും. ശ്രദ്ധിച്ചുള്ള നോട്ടമൊക്കെ അവധി ദിവസങ്ങളിലാട്ടോ ഉള്ളൂ. അങ്ങനെ അതേ സൈക്കിളൊക്കെ എടുത്ത് ചവിട്ടിക്കൊണ്ട് നിന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് ശ്രീദേവി ചേച്ചി വിളിക്കുന്നുണ്ട് കേട്ടോ വാവക്കുട്ടനെ. ആൾ മൈൻഡൊന്നും ചെയ്യണില്ല കേട്ടോ. അങ്ങനെ ശ്രീദേവി ചേച്ചി ഇങ്ങോട്ട് വന്ന് വർത്താനം പറഞ്ഞ് നിൽക്കുക കേട്ടോ. എപ്പോഴും എണീറ്റേ ചായ കുടിച്ചോ എന്നൊക്കെയാണ് ആൾ ഇവിടെ നിന്ന് ചോദിക്കണേ. അങ്ങനെ ഞങ്ങൾ ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ. വാവക്കുട്ടനെ എണീറ്റിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. രണ്ടുപേരെയും വേഗം തന്നെ കൊണ്ടുപോയി കുളിപ്പിച്ചു കേട്ടോ. പല്ല് തേച്ച് കുളിച്ച് പിന്നെ ദേ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണയൊക്കെ മേലെ തേച്ച് കൊടുക്കും കേട്ടോ രണ്ടുപേരുടെയും. അല്ലെങ്കിൽ ഇങ്ങനെ മുരിഞ്ഞൊരവസ്ഥയിൽ ഇരിക്കണ്ടാവേ. പൊന്നുകുട്ടിയുടെ കുറച്ചാണെങ്കിൽ ഡ്രൈ ആയ സ്കിന്നും കൂടെ. അപ്പോൾ അതേ മേലെ എണ്ണയൊക്കെ തേച്ച് ഇപ്പോൾ TV കാണാനുള്ള ധൃതിപ്പാടാട്ടോ പൊന്നുകുട്ടിക്ക്. വേഗം തന്നെ പോയി റിമോട്ട് എടുത്ത് കൈ പിടിച്ചാലാണ് അവൻ്റെ ഇഷ്ടത്തിന് ചാനൽ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ ഒരാൾ ചീപ്പെടുത്തിട്ട് എൻ്റെ തലയിൽ കൊണ്ട് വയ്ക്കാനിട്ട് എന്നിട്ട് ചിരിച്ച് കാണിക്കുകയാണ് ഞാൻ വഴുക്ക് പറഞ്ഞപ്പോൾ. അങ്ങനെ പൊന്നുകുട്ടി ഓടി പോകട്ടെ, ഞാനിപ്പോൾ ബനിയനൊന്നും ഇടുന്നില്ല, TV കാണാനുള്ള ധൃതിക്ക്. അങ്ങനെ പൊന്നുകുട്ടി വേഗം പോയി കുറിയൊക്കെ തൊട്ട് കൊടുത്തു. അടുത്ത ദേ വാവക്കുട്ടൻ്റെ മേലെ എണ്ണയൊക്കെ തേച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ വാവക്കുട്ടന് ഓരോരോ കഥകൾ പറയുക. ചോറ് കഴിക്കണത് എന്തിനാ, ചായ കുടിക്കണത് എന്തിനാ, എങ്ങനെയാണ് ചോറുണ്ണണേ എന്നൊക്കെ ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കട്ടെ. പുള്ളി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉടായ്പ പരിപാടികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുള്ളൂ എപ്പോഴും. അങ്ങനെ ദേ പുള്ളിക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. കുറിയൊക്കെ തൊട്ടപ്പോൾ പുള്ളി അവിടെ അനങ്ങാണ്ടൊക്കെ നിന്നു. പൊന്നുകുട്ടി ഡ്രസ്സ് ഇടാണ്ട ഊണ് കഴിക്കുന്ന കാര്യമാണ് അവൻ നിന്ന് ചോദിക്കുന്നത്. എന്നിട്ട് ബനീനൊക്കെ ഇട്ട് കൊടുത്ത് കുറിയൊക്കെ തൊട്ട് കൊടുത്തു കേട്ടോ. ക്യാമറയിൽ നോക്കി ഒരു ഓക്കെ പറയാൻ പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞാണ്. പിന്നെ ഞാൻ അലക്കിയിട്ട് തുണി ഇന്നലെ കൊണ്ട് കട്ടിലുമ്പോൾ ആരി ഇട്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഓരോന്നും എടുത്ത് മടക്കിയൊക്കെ വെച്ചു. പൊന്നുകുട്ടിയുടെയും വാവക്കുട്ടൻ്റെയും ഡ്രസ്സ് വീട്ടിലിടാനുള്ളതൊക്കെ ഒരു ബക്കറ്റിൽ നമ്മൾ അത്യാവശ്യം നല്ല ഡ്രസ്സ് ഇടയിലൊക്കെ പുറത്തേക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ വേറൊരു കുഞ്ഞ് ബക്കറ്റിനകത്താട്ടോ മടക്കി വെച്ചേക്കണത്. അവർ കുഞ്ഞിലേ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് വലിയ ബക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എപ്പോഴും മൂത്രമൊഴിക്കലും കുഞ്ഞായിരിക്കുമ്പോൾ അപ്പിടലും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ വേഗം വേഗം എടുക്കാൻ വേണ്ടി അങ്ങനെയായിട്ട് ഇട്ട് വെച്ചത്. അപ്പോൾ ഇപ്പോഴും അത് മാറ്റിയിട്ടില്ല, അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതേ ഡ്രസ്സൊക്കെ എടുത്തെല്ലാം മടക്കി വെച്ചു. ആകപ്പാടെ ഞങ്ങളുടെ റൂമിൽ ഇത്തിരി സ്ഥലമുള്ളൂ കേട്ടോ. ബെഡും അവിടെയല്ല ഞങ്ങൾ കിടക്കണേ, ഇപ്പുറത്തെ മുറിയിലാണ് കിടക്കണേ. അതുകൊണ്ട് തന്നെ അതിൽ തുണികളും ഇവരുടെ ഡ്രസ്സും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. രാവിലെ ഞാൻ ഉള്ളിയും പരിപ്പും കൂടെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ ഗോതമ്പ് ദോശ പിന്നെ അവർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ വാരി കൊടുക്കണതിൻ്റെ പുറത്ത് കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളിയും പരിപ്പിൻ്റെ സാമ്പാറും ഗോതമ്പ് ദോശയും കൂടി ഇത് അവർക്ക് വേണ്ടി കഴിക്കാൻ എടുത്തു കേട്ടോ. രണ്ടുപേരും നന്നായിട്ടിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പൊന്നുകുട്ടിയോട് ബനിയനിടാൻ പറഞ്ഞിട്ട് ഇട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ദേ ബനിയനൊക്കെ എടുത്തു കൊണ്ടുവന്ന് ബനിയൻ ഇട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ. റിമോട്ട് ദേ കയ്യിൽ നിന്ന് താഴെ വയ്ക്കാണ്ട് വെച്ചേക്കാം കേട്ടോ. വാവക്കുട്ടനെ എടുത്താലോ എന്ന് വിചാരിച്ച്.
അങ്ങനെ ദേ ബനിയനൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്ത കാരണം പിന്നെ പുള്ളിക്ക് ഇടണ്ടെന്നുള്ള ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഇട്ട് കൊടുത്തപ്പോൾ അവിടെ ഇരുന്ന് ഇട്ടു. പിന്നെ ദേ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും രണ്ടുപേരും കൂടെ ഓടി വന്നു കേട്ടോ. പിന്നെ ഞാൻ ദേ അവർക്ക് വാരി കൊടുത്തു വേഗം തന്നെ. അല്ലാന്നുണ്ടെങ്കിൽ പതുക്കെ 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 ഇരുന്ന് കഴിക്കുകയുള്ളൂ. എൻ്റെ പണിയും നടക്കില്ല, ഇവരുടെ പണിയും നടക്കില്ല. ഞാനിങ്ങനെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. കഴിക്കട്ടെ ഏട്ടാ. അവർക്ക് രണ്ടുപേർക്കും ചായ കൊടുത്തു. ഞാനും കൂടെ കഴിക്കാമെന്ന് ഓർത്തെടുത്ത്. രണ്ടുപേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അവരത് ഫുള്ളും കഴിച്ച്. അപ്പം ഞാൻ വേറെ ദോശ എടുത്തുകൊണ്ട് വന്നിട്ട് കഴിക്കാം. എനിക്കാണെങ്കിൽ ഗോതമ്പ് ദോശയും സാമ്പാറും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. ദോശ ഭയങ്കര കട്ടിക്കല്ല, നൈസായിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ട് സാമ്പാറും കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ദേ ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു കേട്ടോ. വേഗം തന്നെ മെഷീനിൽ കിടക്കണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഊരി പിഴിഞ്ഞെടുത്ത് എന്നിട്ട് വേഗം പതുക്കെ വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം തുണിയൊക്കെ എടുത്ത് വിരിച്ചു കേട്ടോ. എന്നിട്ട് വേണം, നമ്മുടെ ബാക്കിൽ നിറയെ പുല്ല് പിടിച്ച് കിടക്കുകയാണ്. എല്ലാ ദിവസവും ചുറ്റിനും മുറ്റം അടിച്ചിട്ടാണ് കേട്ടോ പോണത് ഞാൻ രാവിലെ ജോലിക്ക്. എന്നാലും പുല്ല് പിടിച്ച് കിടക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്നും മുറ്റടിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുമോ? പക്ഷെ എല്ലാ ദിവസവും അടിക്കുന്ന കേട്ടോ. അവിടെ ഒരു വെയിലേറ് കിട്ടാത്തത് കൊണ്ട് തന്നെയും പെട്ടെന്ന് പുല്ല് പിടിക്കും കേട്ടോ. നിറയെ പൊടിമണ്ണും ഒക്കെയാണ്. അതുകൊണ്ട് വേഗം തന്നെ പുല്ല് ഇങ്ങനെ പിടിക്കും. നമുക്ക് പറിച്ച് കളയാമെന്ന് ഓർത്താൽ കുറേ നേരത്തെ പണി എന്നൊരു ദിവസം കൊണ്ട് തീരെയില്ല. അപ്പം ഞാൻ മമ്മട്ടി വെച്ച് പതുക്കെ കുത്തി കുത്തി ഇളക്കി കളയാലോ എന്ന് വിചാരിച്ച് മമ്മട്ടി എടുക്കാൻ ചെന്നപ്പോൾ രണ്ട് വശത്തായിട്ട് കിടക്കുക കേട്ടോ. അതിൻ്റെ എന്താ പറയണ കോലും മമ്മട്ടിയൊക്കെ ഊരി കിടക്കുമായിരുന്നു. പിന്നെ വേഗം തന്നെ ഒരു പൂളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അത് കട്ട് ചെയ്ത് അതിനകത്തേക്ക് അടിച്ച് കയറ്റുവാണേ. പൊന്നുകുട്ടിക്ക് ഇങ്ങനത്തെയുള്ള പരിപാടികളൊക്കെ ചെയ്യാനും കാണിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. വാവക്കുട്ടന് അങ്ങനെയൊന്നും വരില്ല കേട്ടോ. പുള്ളിക്ക് വണ്ടിയുടെ കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാനത് ഉറപ്പിച്ചൊക്കെ എടുത്തിട്ട് വേഗം തന്നെ ഇതേ പുല്ല് ചെത്തി എടുത്തു കേട്ടോ. ഇപ്പം മമ്മട്ടിയും കൊണ്ട് ചെത്തിയ കാരണം വേഗം തന്നെ പരിപാടി കഴിഞ്ഞു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ മണ്ണിങ്ങനെ പോവുക. എന്നാലും വേണ്ടല്ലോ, പുല്ല് പോകുമല്ലോ എന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ പുല്ലൊക്കെ പിടിച്ചെടുക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. നമുക്ക് ഇത്തിരി മിറ്റമുള്ളെങ്കിൽ അവിടേക്ക് ഒന്ന് ക്ലീനാക്കി ഇടുമ്പോൾ തന്നെ നമുക്കൊരു സംതൃപ്തിയല്ലേ കാണുമ്പോൾ തന്നെ. അപ്പം ഞാനങ്ങനെ ദേ പുല്ലൊക്കെ മിക്കവാറും ഇവിടെ പുല്ല് പറിക്കും. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ വരും. എല്ലാ ദിവസവും മിറ്റടിക്കുമ്പോൾ ഓരോന്ന് പറിച്ച് കളഞ്ഞാൽ മതി. അന്നേരം ചിലപ്പോൾ എനിക്ക് സമയം ഉണ്ടാവില്ല, പറിച്ച് കളയാനും പറ്റില്ല. അങ്ങനെ ദേ പുല്ല് പറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു കോവൽ നട്ടിട്ടുണ്ടായിട്ടോ. കുറേ നാളായിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ചപ്പൊക്കെ ഇങ്ങനെ വെട്ടി കളയേണ്ട ഇടയ്ക്ക് നമ്മൾ കോവലിൻ്റെ ഒരു തണ്ട് ഞാൻ മുറിച്ച് കളഞ്ഞു കേട്ടോ. മുറിച്ചത് വലിച്ചിങ്ങ് എടുത്തപ്പോഴാണ് നോക്കണം അതിനകത്ത് 2 കോവയ്ക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ. അത് പോവുകയും ചെയ്തു. ആ കോവയ്ക്ക ഞാൻ പറിച്ചിട്ട് പോന്നു. പിന്നെ ഞാൻ അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ നോക്കിയപ്പോൾ അവിടെ 2 എണ്ണം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതേണ്ടോ കുഞ്ഞിതൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സന്തോഷമായി. പിന്നെ താഴേക്ക് തൂങ്ങി കിടന്ന വള്ളിയൊക്കെ ഞാൻ പടർത്തി ഒന്നും കൂടെ കയറ്റി വിട്ടു കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു 3 എണ്ണത്തിൻ്റെ അടുത്ത് ഉണ്ടായേക്കണം. ഞാൻ കണ്ടുള്ളൂ, ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ബാക്കിയത്തെയൊക്കെ പടർത്തി ഒന്നും കൂടെ കയറ്റി വിട്ടു കേട്ടോ. അങ്ങനെ ദേ പുല്ല് മുഴുവൻ ഞാൻ പറിച്ച് കളഞ്ഞു. പിന്നെ ദേ അവിടെയൊക്കെ ഒന്ന് അടിച്ച് കുഞ്ഞുള്ളതൊക്കെ ഒന്നും കൂടി അടിച്ച് കളഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് നീറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒരു സമാധാനം. ഇത്രയും പുല്ല് വേഗം തന്നെ പറിച്ച് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച്. ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാട്ടോ പുല്ല് പറിക്കാൻ തുടങ്ങിയേ. ഒരു 1 മണി 1:15 ആയപ്പോഴത്തേക്കും തന്നെ പുല്ല് പറിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ ഇതൊക്കെ അടിച്ചു കൂട്ടി അവിടെ കുറേ കരിയിലയും കുറേ കുഞ്ഞു ചീത്ത തുണികളും ചാക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കത്തിച്ച് കളഞ്ഞു കേട്ടോ. പുല്ലൊക്കെ പറിച്ച് കളഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സമാധാനം. ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്ന് കൈയും കാലൊക്കെ കഴുകിയിട്ട് വന്ന് കുറച്ച് പച്ചവെള്ളം അങ്ങോട്ട് കുടിച്ച് കഴിയുമ്പോൾ എന്താ ഒരു ആശ്വാസം. അല്ലെങ്കിലും പച്ചവെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ദാഹം മാറണ ഒരു പ്രത്യേക സുഖമുള്ള കാര്യമാണല്ലോ. അങ്ങനെ ഞാൻ ചോറ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും റെഡി ആട്ടോ. പൊന്നുകുട്ടിക്ക് പപ്പടവും സാമ്പാറുമാണ് പൊന്നുകുട്ടിയുടെ സ്പെഷ്യൽ. അപ്പോൾ ഞാൻ പറയാൻ ഒരു മുട്ടയും കൂടെ പൊരിക്കട്ടെ എന്ന് വെച്ചപ്പോൾ അന്ന മുട്ട പൊരിച്ചോ, ഉള്ളി ഇടണ്ട, മുളക് ഇടണ്ട, ഒന്നും ഇടാണ്ട് പൊരിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഉപ്പിട്ടു. അപ്പോൾ വാവക്കുട്ടനെ ഇളക്കണം, പൊന്നുകുട്ടിക്ക് ഇളക്കിത്തരാം. രണ്ടുപേർക്കും കൊടുത്തില്ലെങ്കിൽ പിന്നെ ആകെ വഴക്കും ആവുമല്ലോ. അങ്ങനെ വാവക്കുട്ടൻ ആദ്യം കുറച്ച് നേരം ഒന്ന് ഇളക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ കയ്യിൽ പിടിച്ചിളക്കാണ്ട് വെറുതെ ഇങ്ങനെയായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നുള്ളത് മുഴുവൻ കൂടി പോകും. ആകെ ഒരു മുട്ടയല്ലേ ഉള്ളൂ. പിന്നെ ഇതേ പൊന്നുകുട്ടി കുറച്ച് നേരം ഇളക്കി. അങ്ങനെ രണ്ടുപേർക്കൊക്കെ കൊടുത്തതിന് ശേഷം കേട്ടോ ഞാൻ പൊരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ദേ വെറുതെ പാനൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ചിറ്റിക്കാനായിട്ട് എൻ്റെ ഒരു കയ്യിൽ ഫോൺ ഇരിക്കണേ കൊണ്ട് എനിക്കിങ്ങനെ ചിറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ സ്പൂൺ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തു കേട്ടോ. എന്നിട്ട് ദേ മറിച്ചിട്ട് അങ്ങനെ മുട്ട പൊരിച്ചെടുത്തു. അത് കഴിഞ്ഞ് ദേ ചോറൊക്കെ വിളമ്പി നമ്മുടെ രാവിലത്തെ സാമ്പാറും അതേപോലെ തന്നെ മുട്ടയും പിന്നെന്താ ശ്രീദേവി ചേച്ചി കുറച്ച് മത്തങ്ങയും പയറൊക്കെ വെച്ചത് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടിയിട്ടാണ് അവർക്ക് ചോറ് കൊടുത്തത്. പൊന്നുകുട്ടിക്ക് അതൊന്നും വേണ്ട കേട്ടോ. മത്തങ്ങയും പയറൊന്നും ഇഷ്ടമില്ല. മറ്റേ സാമ്പാറും മുട്ട പൊരിച്ചതും പപ്പടമൊക്കെ കൂട്ടിയിട്ട് പൊന്നുകുട്ടിക്കും കൊടുത്തു. വാവക്കുട്ടനും ചോറ് കൊടുത്തു. വാവക്കുട്ടൻ പിന്നെ മത്തങ്ങയും പയറൊക്കെ കഴിച്ചോളൂ കേട്ടോ. പിന്നെ ഞാനും കൂടെ ചോറ് കഴിക്കാൻ വേണ്ടി എടുത്തേ മത്തങ്ങയും പയറും പപ്പടവും
സാമ്പാറും കൂട്ടിയിട്ട് ഞാനും ചോറ് കഴിച്ചിട്ട് പിന്നെ കുറച്ച് മറ്റേ ചുറുക്കയിലിട്ട കാന്താരിമുളകും ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് കാന്താരിമുളക്. അതിപ്പോൾ അതിനകത്ത് നിന്ന് എടുത്ത് കഴിച്ച് തീരാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇതേ പാത്രം കൂടി കഴുകി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം വേഗം അടുക്കളയിലെ പണി അങ്ങോട്ട് തീർത്താൽ നമുക്കൊരു ആശ്വാസം. പാത്രം കഴുകൽ കഴിഞ്ഞിട്ട് വേണം വിനാഗിരിയിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കാന്താരിമുളക് പറിക്കാൻ പോകണം. അച്ഛൻ 2 ദിവസമായിട്ട് പറയണ മുളക് തീർന്നു, കുറച്ച് നീ പറിച്ചിട്ട് ഇടാൻ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ദേ ഊണ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ആത്ത് നിൽക്കുന്നുണ്ട്. അതിൽ മുഴുവൻ പഴുത്ത് കിടക്കും കേട്ടോ. ഇതേ കുയിലും അതേപോലെ ഓലഞ്ഞാലിയും വാലാട്ടിക്കിളിയും അണ്ണാനൊക്കെ വന്ന് നിറയെ തിന്നും കേട്ടോ. ഇന്നിപ്പോൾ അവധി ആയതുകൊണ്ട് ഇതൊക്കെ കാണാൻ പറ്റി. അങ്ങനെ കാന്താരിമുളക് പറിക്കാൻ നിന്നപ്പോൾ ഒന്നും മൂത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഇച്ചിരി നേരം ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ അല്ലേ. ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞു. അങ്ങനെ ഒന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു കേട്ടോ. വാക്കുട്ടനും പൊന്നുകുട്ടി നല്ല ഉറക്കമാണ്. അങ്ങനെ ഉറക്കം കഴിഞ്ഞ വഴി ഞാൻ ബാഗിൽ ചെന്ന് നോക്കിയിട്ടോ, തീ ഇട്ടേക്കണ വല്ലതും പടർന്ന് കത്തി പോകണ്ടോയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതേ അവിടെ ഒരു പൂച്ച ചൂട് പറ്റി കിടക്കുക കേട്ടോ. അങ്ങനെ ഞാൻ വേഗം തന്നെ പോയി മിറ്റമൊക്കെ അടിച്ചു. 4:30 5 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. മിറ്റടിക്കലൊക്കെ കഴിഞ്ഞ് ദേവുവിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറി ആത്തപ്പഴമൊക്കെ പറിക്കാമെന്ന് ഓർത്ത് നിന്നപ്പോൾ പൊന്നുകുട്ടി അവിടെ ഉറങ്ങിയിട്ട് നമ്മുടെ സിറ്റൗട്ടിൽ കിടക്കുവാണ്. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ് വിളിച്ചത്. ഇപ്പോൾ പൊന്നുകുട്ടിയായിട്ട് എനിക്ക് വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരിക്കണേ. അങ്ങനെ അത്യാവശ്യം മൂത്ത് കിടന്നൊക്കെ ഒരു കണക്കിന് തോട്ടിയൊക്കെ വെച്ച് പറിച്ചെടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ദേ പൊന്നുകുട്ടി ഞാനും ദേവും ഉണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ നിന്നിട്ട് പോന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇതൊക്കെ പറിച്ചിട്ട് വന്നു കേട്ടോ. എന്തുട്ടാ ഇതൊക്കെ കുത്തിയതാ കണ്ടോ. ഉറക്കത്തിൽ നിന്ന് എനിക്ക് വന്നപ്പോൾ തന്നെ ഫ്രിഡ്ജിലിരുന്ന മീനെടുത്ത് വെള്ളത്തിലിട്ടിട്ടായിരുന്നു കേട്ടോ മിറ്റടിക്കാനും ആത്തപ്പഴം പറിക്കാനൊക്കെ പോയിണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും തണുപ്പൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം തന്നെ മീനൊക്കെ നന്നാക്കി എടുത്തു കേട്ടോ. പിന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ ദേ വിളക്ക് വയ്ക്കാൻ സമയമായിട്ടോ. വേഗം തന്നെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്കൊക്കെ വെച്ചു. പിന്നെ നാമഞ്ചലിലൊക്കെ കഴിഞ്ഞിട്ട് വേണം ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. വൈകിയല്ല അവർ രണ്ടുപേരും എനിക്ക്, അതുകൊണ്ട് ചായ കുടിയൊന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ അച്ഛൻ ഇപ്പം തന്നെ ഓട്ടം കഴിഞ്ഞ് വരും, എന്നിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അങ്ങനെ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വരെയുള്ള വീഡിയോ ആട്ടോ ഞാൻ എടുക്കണുള്ളൂ.